വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. തൃശ്ശൂർ ജില്ല നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ്. കേരളത്തിലെ 5 ജില്ലകൾ തൃശ്ശൂര്, കൊല്ലം, കോട്ടയം, അല്ലെ, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ തുടങ്ങിയ 5 ജില്ലകൾ 1949 ജൂലൈ 1-ന് തിരുക്കൊച്ചി സംയോജന സമയത്ത് നിലവിൽ വന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. ആ 1949 ജൂലൈ 1-ന് നിലവിൽ വന്ന ജില്ലയാണ് ഏത്? തൃശ്ശൂർ ജില്ല, അല്ലെ. തൃശ്ശൂർ ജില്ലയെ പണ്ട് കാലത്ത് തൃശ്ശീവപേരൂർ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. പണ്ട് കാലത്ത് തൃശ്ശീവപേരൂർ എന്നാ വിളിച്ചിരുന്നത്. അതുപോലെ വൃഷദാദ്രിപുരം, തൻ കൈലാസം എന്നൊക്കെ പേരുണ്ടായിരുന്നു. അപ്പൊ വൃഷദാദ്രിപുരം, തൻ കൈലാസം, തൃശ്ശീവപേരൂർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ല സ്ഥാപിച്ചത്, അല്ലെങ്കിൽ തൃശ്ശൂർ നഗരത്തിന്റെ സ്ഥാപകൻ ആരാണ്? ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂര് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനാണ്. ഉത്സവങ്ങളുടെ നാട്, അതുപോലെ തന്നെ പൂരങ്ങളുടെ നാട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതും തൃശ്ശൂരിനെയാണ്. കാരണം എന്താണെങ്കിൽ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരം നടക്കുന്നത്, അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം അവിടെയാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൂരങ്ങളുടെ എന്താ പറയുന്നത്, നാട് എന്നൊക്കെ തൃശ്ശൂർ പൂരത്തിനെ നമ്മൾ തൃശ്ശൂർ ജില്ലയെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇനി അതുപോലെ തന്നെ തൃശ്ശൂരിന്റെ പ്രത്യേകത, അടുത്ത പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് തൃശ്ശൂരത്തെ കുറച്ച് സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. പ്രാചീന ഭാരതത്തിലേക്കുള്ള കവാടം എന്ന് വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ. അത് കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. കൊടുങ്ങല്ലൂർ തുറമുഖത്തിനെ പ്രാചീന ഭാരതത്തിലേക്കുള്ള കവാടം എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രമുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം, അമ്പലത്തെ കുറിച്ച്. അപ്പോ ഈ ദക്ഷിണേന്ത്യയിലെ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ദ്വാരക എന്നാണ് ഗുരുവായൂരിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒല്ലൂരുണ്ട്. ഒല്ലൂരിനെ ചിന്നറോം എന്നാണ് ഒല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത്. ഇനി കേരളത്തിന്റെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയില് ഉണ്ണായി വാര്യർ കലാനിലയുണ്ട്. അത് സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ എന്താ പറയാ, ഈ ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിക്കുന്ന ധാരാളം വെള്ളച്ചാട്ടങ്ങൾ. പാതിരപ്പള്ളിയുടെ കാര്യം പറഞ്ഞു. ഇവിടെ വെള്ളച്ചാട്ടമുണ്ട്. അതുപോലെ ചാർപ്പ വെള്ളച്ചാട്ടമുണ്ട്, ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടമുണ്ട്, പെരിങ്ങൽകുത്ത് എന്ന് പറയുന്ന വെള്ളച്ചാട്ടമൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ വിദേശികളെ ആകർഷിക്കുന്ന സ്ഥലമാണ് ശക്തൻ തമ്പുരാൻ പാലസ്, അതുപോലെ ചാവക്കാട് ബീച്ച്, വെലങ്ങംകുന്ന്, കേരള കലാമണ്ഡലം, പുന്നത്തൂർ കോട്ട, ആനകളുടെ പുന്നത്തൂർ കോട്ട, ഇതൊക്കെ കുറേയധികം വിദേശികളെ ആകർഷിക്കുന്ന പ്രദേശങ്ങൾ കൂടിയാണ് കേട്ടോ. ഇനി കേരളത്തില് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളത് ഒക്കെ ഏത് ജില്ലയിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ജില്ലയാ പറയാം. ഇപ്പൊ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ലയാണ്, കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ലയാണ്. അതുപോലെ തന്നെ എന്താ പറയാ, തേർഡ് ജനറൽ പെടുന്ന തടവുകാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ബ്ലോക്ക് സ്ഥാപിക്കുന്ന ഒരു ജയിലുണ്ട്. കേരളത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള സെൻട്രൽ ജയിലായ വിയൂർ സെൻട്രൽ ജയിലില് തേർഡ് ജനറൽ പെടുന്ന തടവുകാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ബ്ലോക്ക് സ്ഥാപിക്കുന്നുണ്ട്. അത് ഓർത്തു വെക്കണം, അങ്ങനെ ഒരു ചോദ്യം വരാം. അതുപോലെ തന്നെ കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ കടൽ തീരില്ലാത്ത കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ ആണ് എന്ന് വളരെ പ്രധാനമാണ്. ഇനി തിരുവോണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. തിരുവോണം നമ്മുടെ കേരളത്തിന്റെ ഉത്സവമാണ് തിരുവോണം, അല്ലെ. അപ്പൊ ഈ തിരുവോണത്തിന് പുലിക്കളി നടക്കുന്ന കേരളത്തിലെ പ്രധാന ജില്ലകളിൽ ഒന്നാണ് ഏത്? നമ്മുടെ തൃശ്ശൂർ ജില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഒല്ലൂരാണ്, നമ്മൾ നേരത്തെ റോം എന്ന് പറഞ്ഞ ഒല്ലൂരിൽ തന്നെയാണ് വൈദ്യരത്നം ആയുർവേദ ഔഷധശാല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ ആലവട്ടം, വെഞ്ചാമരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അല്ലെ. പൂരത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ആലവട്ടമൊക്കെ നിർമ്മിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു സ്ഥലമാണ് കണിമംഗലം. ആലവട്ടം നിർമ്മിക്കുന്ന സ്ഥലമാണ്. പിന്നെ അതുപോലെ കൊടകര, നമ്മുടെ EMS ഭവന പദ്ധതി ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് എന്താ പറയുന്നത്, ഉദ്ഘാടനം ചെയ്തത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണ്. ഇനി മുണ്ടശ്ശേരി, തോമസ് മുണ്ടശ്ശേരി ആരാണ്? സർ ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കണ്ടശാങ്കടവാണ്. പക്ഷെ മുണ്ടശ്ശേരി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ഉണ്ട്, അത് തൃശ്ശൂരാണ്, അത് ഓർക്കണം. ജോസഫ് മുണ്ടശ്ശേരിയുടെ
കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ്, അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടെന്ന് ഓർക്കാം. അതുപോലെ തന്നെ പുത്തൂര് ഒരു സുവോളജിക്കൽ പാർക്ക്, പുതിയതായിട്ട് നിലവിൽ വന്ന സുവോളജിക്കൽ പാർക്ക് എവിടെയാന്ന് ചോദിച്ചാൽ പുത്തൂരാണ്. ഇനി കേരളത്തിൽ പൂർണ്ണമായും കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ നിയോജക മണ്ഡലം ഏതാണ്? ഇരിങ്ങാലക്കുടയാണ്. കേരളത്തിൽ പൂർണ്ണമായും കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലമാണ്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എലിഫന്റ് പാർക്ക് നമ്മുടെ ഗുരുവായൂർ അമ്പലവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുന്നത്തൂർ കോട്ടയാണ്. അതുപോലെ തന്നെ ഒരു തടാകം ഉണ്ട് ഇവിടെ, വളരെ പ്രധാനമാണ്, വൈന്തല എന്ന പേര്, തൃശ്ശൂർ ജില്ലയില്. അപ്പൊ വൈന്തല തടാകം എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലാണ്. തടാകത്തിന്റെ പ്രത്യേകത എന്താ? പ്രകൃത്യാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം. അത് വളരെ പ്രധാനമാണ് കേട്ടോ. അതുപോലെ കേരളത്തിൽ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി 3D തിയേറ്റർ നിലവിൽ വന്നത് തൃശ്ശൂർ മ്യൂസിയത്തിലാണ്. അതും പ്രധാനമാണ്. ഇനി നമ്മുടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, അത് തൃശ്ശൂരാണ്, മുളകുന്നത്തുകാവ്. അതുപോലെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണുത്തി, ഇതൊക്കെ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി കേരളത്തിലെ ആദ്യത്തെ ടൗൺഷിപ്പ് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഗുരുവായൂരാണ്. അതുപോലെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് ഗുരുവായൂരാണ്. അതും വളരെ ഓർക്കണം. ഇനി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരത ഗ്രാമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലക്കര ഗ്രാമമാണ്. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരത ഗ്രാമം മുല്ലക്കര ഗ്രാമമാണ്. കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത ഗ്രാമം, അതായത് തൊഴിൽ രഹിതർ ഇല്ല കേട്ടോ അവിടെ, തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം എന്ന് പറഞ്ഞ കേരളത്തിലായത് തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തളിക്കുളമാണ്. ഏതാണ്? തളിക്കുളം. ഇനി അടുത്തത് കേരളത്തിൽ ആദ്യമായിട്ട് നിയമസാക്ഷരത നേടിയത് ഏത് വില്ലേജാന്ന് ചോദിച്ചാൽ ഒല്ലൂക്കരയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ നിയമസാക്ഷരത നേടിയ വില്ലേജ് ഒല്ലൂക്കര വില്ലേജ് ആണ്. അതും തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ ഗേറ്റ് വേ ഓഫ് മുസിരീസ് എന്ന പേരില് സംസ്ഥാനത്തെ ആദ്യത്തെ പൈതൃക ബീച്ചായി മാറുന്നത് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ്. ഗേറ്റ് വേ ഓഫ് മുസിരീസ് എന്ന പേരിൽ, ഗേറ്റ് വേ ഓഫ് മുസിരീസ് എന്ന പേരിൽ സംസ്ഥാനത്തെ ആദ്യത്തെ പൈതൃക ബീച്ചായി മാറുന്നത് ഏതെന്ന് ചോദിച്ചാൽ അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണെന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കുറേയധികം സ്ഥലങ്ങള് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂർ ജില്ല. അപ്പൊ അതിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള തുറമുഖം നമ്മളിപ്പോ പറഞ്ഞതാണ് കൊടുങ്ങല്ലൂര്. അത് മുസിരീസ്, അശ്മകം, മഹോദയപുരം എന്നൊക്കെ പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ തമിഴ് കൃതികൾ നമ്മൾ നോക്കുമ്പോൾ മുജിര എന്നും മുസിരീസിനെ വിളിച്ചിരുന്നു അത്രേ. പ്രാചീന ഭാരതത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ തുറമുഖം കൂടിയാണ് ഏത്? കൊടുങ്ങല്ലൂർ തുറമുഖം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളി ചേരമാൻ ജുമാ മസ്ജിദും തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി നമ്മൾ നേരത്തെ പറയേണ്ടായി പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരമാണ്. ഈ തൃശ്ശൂർ പൂരത്തെ പ്രപഞ്ചത്തിലെ ഏറ്റവും വർണ്ണശബളമായ ഉത്സവം എന്ന് ആര് വിശേഷിപ്പിക്കുന്നുണ്ട്? യുനെസ്കോ വിശേഷിപ്പിക്കുന്നുണ്ട് എന്ന് ഓർക്കാം. തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും ആകർഷണീയത തൃശ്ശൂർ പൂരത്തിൽ ഉള്ള കുടമാറ്റം എന്ന് പറയുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം പൂരങ്ങളുടെ പൂരാണെങ്കിൽ ഏറ്റവും പഴക്കമേറിയ പൂരം, ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവം എന്നൊക്കെ വിളിക്കുന്നത്, ദേവമേള എന്നൊക്കെ വിളിക്കുന്നത് ഇതിനെയാണ്? ആറാട്ടുപുഴ പൂരാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനിയിപ്പോ നമ്മൾ നേരത്തെ ജോസഫ് മുണ്ടശ്ശേരിയുടെ കാര്യം നമ്മൾ പറയണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്മാരകം ചെമ്പൂക്കാവ് ഉണ്ട് മുണ്ടശ്ശേരിയില്. പിന്നെ വള്ളത്തോൾ മ്യൂസിയം ചെറുതുരുത്തിയിലുണ്ട്. ഉണ്ണായി വാര്യർ സ്മാരകം പറഞ്ഞതാണ് ഇരിങ്ങാലക്കുടയുണ്ട്. അപ്പൻ തമ്പുരാന്റെ സ്മാരകമുണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് അപ്പൻ തമ്പുരാൻ സ്മാരകം എവിടെയെന്ന് വെച്ചാൽ അയ്യന്തോളാണ്. ഇനി നമ്മള് സാംസ്കാരിക സ്ഥാപനങ്ങൾ പഠിച്ചിട്ടുള്ളപ്പോൾ കേരള കലാമണ്ഡലം പഠിച്ചിട്ടുണ്ട്. എന്നാലൊന്ന് ഓർത്തു വെക്കുക, 1930 നവംബർ 9 ഔദ്യോഗികമായിട്ട് കേരള കലാമണ്ഡലം ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കൽപ്പിത സർവകലാശാല അഥവാ ഡീംഡ് യൂണിവേഴ്സിറ്റി പദവിയിൽ എത്തുന്നത് 2007 കലാമണ്ഡലത്തിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എ ഗ്രേഡ് പദവി, UGCയുടെ എ ഗ്രേഡ് പദവി നൽകിയത് 2010 ചെറുതുരുത്തിയില് വള്ളത്തോൾ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കുക കേട്ടോ. വളരെ പ്രധാനമാണ്. അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ കടവല്ലൂർ അന്യോന്യം എന്ന് പറയുന്ന ഒരു പരിപാടി. അതെന്താണ്? ഒരു പരീക്ഷയാണ്, ഋഗ്വേദ പരീക്ഷയാണ്. തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലെ അതിർത്തിയിലുള്ള ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഋഗ്വേദ പരീക്ഷയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം കടവല്ലൂർ അന്യോന്യമാണ് എന്ന് പറയണം.
ഇനി ദിവസേന ഏറ്റവും കൂടുതൽ ഭക്തന്മാര് വരുന്ന കേരളത്തിലെ അതിൽ ഒന്നാം സ്ഥാനത്തുള്ള ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാൽ ഗുരുവായൂർ ക്ഷേത്രമാണ്. അത്രയും അധികം എന്താ പറയുന്നത് ഭക്തന്മാരെത്തുന്ന ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രസാദ് എന്ന് പറയുന്ന പ്രോജക്റ്റിലും ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ വികസനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ചതാണ് പ്രസാദ് എന്ന് പറയുന്ന പദ്ധതി. ആ പദ്ധതിയിൽ ഉൾപ്പെട്ട ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അതുപോലെ തന്നെ തൃശ്ശൂര് എന്താ പറയാ തൃശ്ശൂരിന്റെ സിരാ കേന്ദ്രത്തിൽ തന്നെ കാണപ്പെടുന്ന സ്ഥലമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം പള്ളിയാണ് നമ്മുടെ പുത്തൻ പള്ളി. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ യുനെസ്കോ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് കൺവെൻഷൻ നമുക്കറിയാം. അപ്പൊ അങ്ങനെ യുനെസ്കോ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് കൺസർവേഷൻ പുരസ്കാരങ്ങളില് അവാർഡ് ഓഫ് എക്സലൻസ് എന്ന ബഹുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം വടക്കുംനാഥ ക്ഷേത്രമാണ് കേട്ടോ. വടക്കുംനാഥ ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ്. അതും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യണതെന്ന് ഓർത്തു വെക്കണം. ഈ കുറേയധികം സ്ഥാപനങ്ങളുടെ ആസ്ഥാനം ഇപ്പോ കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സ്കൂൾ ഓഫ് ഡ്രാമ, ഇതിന്റെയൊക്കെ ആസ്ഥാനം. സ്കൂൾ ഓഫ് ഡ്രാമ മാത്രം ചോദിക്കുമ്പോൾ അരണാട്ടുകരയാണ്, ബാക്കിയുള്ള ഒക്കെ തൃശ്ശൂർ തന്നെയാണ് ആസ്ഥാനം പറയാം. അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഇനി KSFE-യുടെ ആസ്ഥാന മന്ദിരമായ ഭദ്രത സ്ഥിതി ചെയ്യുന്നതും തൃശ്ശൂർ തന്നെയാണ്. ഇനി കേരള എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില എന്ന് നമ്മൾ ചുരുക്കി വിളിക്കും, അത് മുളങ്കുന്നത്തുകാവാണ്. അതുപോലെ കേരള പോലീസ് ട്രെയിനിങ് അക്കാദമി രാമവർമ്മപുരത്താണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് മുളങ്കുന്നത്തുകാവാണ്. കേരളത്തിലെ വന ഗവേഷണ കേന്ദ്രം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പീച്ചിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല കുറെ ഇപ്പൊ നമ്മൾ കൈതച്ച ഗവേഷണ കേന്ദ്രം, മേത്തവാഴ ഗവേഷണ കേന്ദ്രം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വേറെ പഠിച്ചതാണ് എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ പറയുന്നില്ല കേട്ടോ. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളും സ്ഥലങ്ങളും വ്യക്തികളും ഒക്കെ ഉള്ളതാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കുന്ന തൃശ്ശൂർ ജില്ല. അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫാക്സിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ഇത്രയാണ് തൃശ്ശൂർ ജില്ലയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഭംഗിയായിട്ട് ഇതിനു മുമ്പ് നമ്മള് മറ്റു ജില്ലകള് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂര്, കാസർഗോഡ് ജില്ലകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കണ്ടു നോക്കുക. കാണാത്തവർക്ക് പ്ലേലിസ്റ്റിൽ ഞാൻ അത് കൊടുത്തിട്ടുമുണ്ട്. പ്ലസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അപ്പൊ എല്ലാവരും കണ്ടു നോക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.